ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. നമ്മളെല്ലാവരും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ഫാസ്റ്റിംഗ് എടുക്കണം, എങ്ങനത്തെ ഫുഡുകൾ കഴിക്കണം, എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഓരോ ഡേയ്സും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സത്യം പറഞ്ഞാൽ ആർക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തൊക്കെ ചെയ്താലാണ് നമുക്കൊരു വെയിറ്റ് ലോസിലേക്ക് എത്തുക, ഏത് രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ആണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഏത് രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, വർക്കൗട്ടുകൾ ഏതൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇന്ന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാവരും ഒരേപോലെ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്? ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൈമിനാണ്. അതായത് നമ്മളിപ്പോ ഒരു ഡയറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അതിൽ എങ്ങനത്തെ ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എത്ര കലോറി വേണം, എത്ര ഫാറ്റ് വേണം, എത്ര പ്രോട്ടീൻ വേണം എന്നുള്ള അളവൊക്കെ ഉണ്ട്. പക്ഷെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും നോക്കുന്നത് അവിടെ ടൈമിംഗ് ആണ്. അതായത് ഏതൊക്കെ ടൈമിലാണ് അവർ ഫുഡ് എടുക്കേണ്ടത്, എത്ര ടൈം അവർ ഫുഡ് എടുക്കണം, എത്ര ടൈം അവർ ഫാസ്റ്റിംഗിൽ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോകാം. ഒന്നില്ലെങ്കിൽ 16:8, അതായത് 16 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗിലായിരിക്കും, 8 മണിക്കൂർ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഉള്ളത് 20:4, 20 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗിലായിരിക്കും, 4 മണിക്കൂർ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് 16:8 എന്നുള്ള ഒരു കണക്കാണ്. കാരണം 16 മണിക്കൂറിൽ നിങ്ങൾ ഫാസ്റ്റിംഗിലായിരിക്കുന്ന ടൈം, അതിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറക്കത്തിലായിരിക്കും ഇല്ലേ. നിങ്ങൾ ഉറങ്ങുന്ന ആ 8 മണിക്കൂറും കൂടി കൂട്ടിയിട്ടാണ് 16 മണിക്കൂർ ഫാസ്റ്റിംഗിൽ ഇരിക്കുന്നത്. ബാക്കിയുള്ള 8 മണിക്കൂറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് വരുന്നത്. അപ്പൊ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളതിൽ യാതൊരു നിർബന്ധവും ഇല്ലാതുള്ളത് മനസ്സിലായില്ലേ. നമുക്ക് ടൈമിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് 8 മണിക്കൂർ ആണെങ്കിലും ആ 8 മണിക്കൂറിൽ മാക്സിമം എത്രത്തോളം പ്രോട്ടീൻസും വൈറ്റമിൻസും കാർബും എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോയിരുന്നത്. സാധാരണഗതിയിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ എന്താന്ന് വെച്ചാൽ നൈറ്റ് ഒരു 7 o'clock ആവുമ്പോൾ ഫുഡ് കഴിക്കും, പിന്നെ അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കില്ല, പിന്നെ അവര് ഫുള്ള് ഫാസ്റ്റിംഗിലായിരിക്കും. നെക്സ്റ്റ് അവര് ഫുഡ് കഴിക്കുന്നത് പിറ്റത്തെ ദിവസം മോർണിംഗ് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുക. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ആൾക്കാർ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പകുതി ആൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയാണ്. അപ്പൊ പിന്നെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നൈറ്റ് 7 കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം 11 മണിക്ക് കഴിച്ചാൽ മതിയല്ലോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ലാത്ത രീതിയിൽ ഒരു ബ്രഞ്ച് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈവനിങ് ഒരു 4 o'clock ആകുമ്പോഴത്തേക്കും എന്റെ ഫുഡൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഡിന്നർ കഴിക്കുന്ന സമയത്ത് കഴിക്കേണ്ട സാധനങ്ങൾ ഞാനൊരു 4 o'clock ആകുമ്പം കഴിക്കും. എന്നിട്ട് ഞാൻ എന്റെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഫുഡ് എടുക്കുന്നത് പിറ്റത്തെ ദിവസം മോർണിംഗ് ഒരു 8 o'clock ആകുമ്പോഴാണ്. അപ്പൊ എന്റെ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് അവിടെ കട്ടാവും. ബ്രേക്ക് ആവുന്ന സമയം എന്ന് പറയുന്നത് പിറ്റേ ദിവസം 8 മണി. അപ്പൊ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉള്ളതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ആ ഒരു ഡേ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും മുന്നോട്ടേക്ക് നല്ല ഒരു വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല ക്ലാസ് എടുക്കാനോ ഒന്നും പറ്റില്ല. എനിക്ക് ത്രൂ ഔട്ട് ദ ഡേ ഫുള്ള് ഞാൻ ടയേർഡ് ആയിരിക്കും, ഒരു എനർജി ഉണ്ടാവില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടാണ് ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, കാരണം ഇപ്പൊ കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, വീട്ടിലിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഈവനിങ് ഒരു 4 o'clock ആകുമ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മോർണിംഗ് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. വീണ്ടും നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം. പിന്നെ നിങ്ങൾ ഡിന്നർ കഴിക്കുന്നതിന് പകരം 4 മണിക്ക് നിങ്ങൾ എന്താണോ ഡിന്നർ കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫുഡ് അത് 4 മണിക്ക് കഴിക്കാം, ക്ലോസ് ചെയ്യാം. പക്ഷെ ഈ 4 മണി തൊട്ടിട്ട് പിറ്റത്തെ ദിവസം 8 മണി വരെ നിങ്ങൾക്ക് ഗ്രീൻ ടീ ആയിട്ട് എടുക്കാം, അതേപോലെ തന്നെ വാട്ടറും കുടിക്കാം. ഇതിൽ ഒരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഇത് ഫാസ്റ്റിംഗിൽ നിങ്ങൾ കൂട്ടുകയും വേണ്ട. ഓക്കെ, ഈ വാട്ടറും ഗ്രീൻ ടീ ഒന്നും ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മളോട് ഫാസ്റ്റിംഗ് ചെയ്യുന്നുള്ളൂ.
അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോകുന്നത് 16:8 എന്നുള്ള അളവിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 20:4 എന്ന് പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് 20 മണിക്കൂർ ഫാസ്റ്റിങ്ങിലും 4 മണിക്കൂർ മാത്രം ഫുഡും. ഈ 4 മണിക്കൂറിലും നിങ്ങൾ ഏതൊക്കെ ടൈമാണ് ഫുഡ് കഴിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതിനനുസരിച്ച് ഈ 4 മണിക്കൂറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഫുഡ് എടുക്കാം. പിന്നെ 20 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗിൽ ഇരിക്കുക. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ആദ്യം ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു 16:8 എന്നുള്ള അളവിലൊക്കെ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു കഠിനമായിട്ടുള്ള 20:4 എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്താൻ പാടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം 8 മണിക്കൂറേ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ആ 8 മണിക്കൂറിൽ നിങ്ങൾ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 8 മണിക്കൂറല്ലേ കഴിക്കാൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി, അതായത് ഒരുപാട് കലോറി ഫുഡ് നിങ്ങൾ വാരി വലിച്ച് കഴിക്കരുത്. നിങ്ങൾ ഇത് പക്കയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം പ്രോട്ടീൻസും വൈറ്റമിൻസും നിങ്ങൾ ആഡ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബോയിൽഡ് എഗ് കഴിക്കുക. കാരണം ബോയിൽഡ് എഗ്ഗിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഒരു എഗ്ഗിൽ ഏകദേശം 6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എഗ്ഗ് എടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് അതിൽ ഹോൾ ഗ്രെയിൻസ് വേണമെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ഫ്രണ്ട്ലി വീറ്റ് ബ്രെഡ് ആഡ് ചെയ്യുക. ഇതും അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യങ്ങൾ നിങ്ങൾ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനാണെങ്കിലും നിങ്ങൾക്ക് ചോറ് കഴിക്കേണ്ട ആൾക്കാരാണെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ചോറ് കഴിക്കാം. ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് കറിയായിട്ട് നിങ്ങൾ മാക്സിമം സീ ഫുഡ്, അതായത് ഫിഷ് എങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക. കാരണം ഫിഷിൽ ധാരാളം ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുമ്പോൾ ഫിഷ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ മഷ്റൂംസ് പനീറായിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ കടലക്കറികളോ അല്ലെങ്കിൽ ചെറുപയറോ ഇങ്ങനത്തെയൊക്കെ കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 4 മണിക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓട്സോ അല്ലെങ്കിൽ കിനോവയുടെ ഉപ്മായോ ഗോതമ്പിന്റെ ഉപ്മായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക. ഇതിന്റെ ഒക്കെ കൂടെ തന്നെ ധാരാളം പച്ചക്കറികൾ നിങ്ങൾ ആഡ് ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബ്രൊക്കോളി, കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ് നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ. കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം നിങ്ങൾക്ക് ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കുന്നതിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നന്നായിട്ട് പിന്നെ വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. പിന്നെ അതേപോലെ മാക്സിമം കട്ട് ഫ്രൂട്ട്സ് നിങ്ങൾ ആഡ് ചെയ്യുക. ഗ്രീൻ ആപ്പിൾ ആഡ് ചെയ്യുക. പിന്നെ വെജിറ്റബിൾസ് തന്നെ കുക്കുംബർ നിങ്ങൾ ആഡ് ചെയ്യുക. സലാഡ് ആയിട്ട് എടുക്കുക. അങ്ങനെ ഈ ഒരു 8 മണിക്കൂർ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ട് നിങ്ങൾ കഴിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ടൈമിനാണ്. അപ്പൊ നിങ്ങൾ ഫുഡ് ഇങ്ങനെ കെയർ ചെയ്തിട്ട്, അതായത് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും കിട്ടുന്ന രീതിക്ക് നിങ്ങൾ ആക്കുകയാണെങ്കിലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ക്രേവിങ്സ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഒരു 80% നിങ്ങൾ ഇങ്ങനെ കെയർ ചെയ്ത് നല്ല ഫുഡായിട്ട് എടുക്കുക. ബാക്കി ഒരു 20% ഉണ്ടല്ലോ, ആ 20% നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ കഴിക്കാം. ഇപ്പൊ സ്വീറ്റ്സ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ആ ഒരു 20% നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാം. ടീ കുടിക്കാം. പിന്നെന്താ, എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം. പക്ഷെ അത് 20% മാത്രം ആക്കിയിട്ട് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ അങ്ങനെ കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് 80% നല്ല ഫുഡുമായി 20% നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും, അതായത് ക്രേവിങ്സ് മാറാത്ത ഫുഡും നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോവുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഫാസ്റ്റിംഗിലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാട്ടർ കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ കുടിക്കാം. പിന്നെ അവോക്കാഡോ നല്ല ഗുഡ് ഫാറ്റ് ഉള്ള ഒരു കാര്യമാണ് അവോക്കാഡോ എന്ന് പറയുന്നത്. കലോറി കൂടുതലാണെങ്കിലും നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം വിശപ്പില്ലാണ്ട് നല്ല പ്രോട്ടീനോട് കൂടിയിട്ട് എനർജറ്റിക്കോട് കൂടിയിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ അവോക്കാഡോ നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ആഡ് ചെയ്യുക. നട്ട്സ് ആഡ് ചെയ്യുക. ഇതൊന്നും മറക്കാണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും വർക്കൗട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റാവുന്ന എന്തെങ്കിലും ഫിസിക്കൽ വർക്കൗട്ട് നിങ്ങൾ ചെയ്യണം. എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ് ആവാം, സൈക്ലിംഗ് ആവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ട്രക്കിങ് പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയാവാം. പക്ഷെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. ഇതെല്ലാം കൂടി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമുക്ക് ആ 8 മണിക്കൂർ എന്നുള്ളത് 16:8 മണിക്കൂർ എന്നുള്ളതില് 16 മണിക്കൂറിൽ ഭൂരിഭാഗം നമുക്ക് സ്ലീപ്പിംഗ് ടൈം ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ പോലും അറിയാണ്ട് തന്നെ ആ ഒരു ടൈം നമുക്ക് ഫാസ്റ്റിംഗിലേക്ക് ആഡ് ചെയ്യും. ബാക്കിയുള്ള ടൈം മാത്രം നമ്മൾ ഒന്ന് പിടിച്ചു നിന്നാൽ മതി. ഇനി
ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് കയറും, ഈ ഒരു 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴാണോ നിങ്ങൾക്ക് വിശപ്പ് തോന്നുന്നത് സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ, അതായത് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്ന ആളാണെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത് ആ ടൈമിൽ നിങ്ങൾ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി 1-2 ഉണക്കമുന്തിരി എടുത്തിട്ട് വെറുതെ വായിലിട്ടിട്ട് ബൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശക്കുന്ന ആ ഒരു ക്രേവിങ്സും മാറും, ആ ഒരു ടെൻഡൻസിയും പോയി കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ പറ്റുകയാണെങ്കിൽ നാളെ തൊട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. വീണ്ടും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണാം, ബൈ ബൈ.